അപ്പൊ ഇന്നലെ 3 ചെക്കന്മാര് ഒലിച്ചു പോയ സ്ഥലമാണ് ഈ കാണുന്നത്. ഈ പൊന്തയിൽ കുടുങ്ങിയിട്ട് ചെക്കന്മാര് ചീറുകയാണ്, ഒന്ന് രക്ഷപ്പെടുത്തണേ പറഞ്ഞിട്ട് ഒന്നിനും നീന്താറില്ല. ഇപ്പൊ നീന്താൻ നേരമില്ല, ഫുള്ള് മൊബൈലിന്റെ മുകളിൽ ഗെയിമും ഹലാക്കും ഒക്കെ കളിച്ച് കുത്തിരിക്കണ കാല. അപ്പൊ അതുകൊണ്ട് 3 ആള് ഇതിൽ കൂടെ ഒലിച്ചു പോയിട്ടുണ്ട്. വണ്ടിയുടെ പേരാണ് ഓല എന്ന് പറഞ്ഞ വണ്ടിയാണ്. അത് ഇവിടെ വെള്ളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയും ഉണ്ടാവില്ല, നല്ല ഓലുണ്ട്. അതുകൊണ്ട് നമ്മളെ കോതറോഡ് പാലം അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊരു പാലമുണ്ട്, അവിടെ എവിടെയെങ്കിലും തങ്ങിക്കെടുക്കുന്നുണ്ടാവും. അപ്പം മക്കളെല്ലാവരും ശ്രദ്ധിക്കുക, പറഞ്ഞത് കേട്ട് പോവുക. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ വെള്ളത്തിൽ കിടന്ന് തീരും. അതാണ് പറഞ്ഞത്. ലെസ്കോ തകുല്ല പിടിച്ചിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്താ ഒഴുക്കിച്ചിട്ടാ? അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അടക്കം ഇവിടെ ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പാലത്തിൻ്റെ കൈവേരുടെ മേലെ കൂടെ മറിയണത്. നമ്മളെ നിൽക്കുന്ന ഇതാണ് നമ്മളെ കക്കിടിപ്പുറം തോട്. ഇന്നലെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇതാ പോലും ബൈക്കുമ്മേ. പിന്നെ ഇന്നലെ ഇവിടെ 3 ചെക്കന്മാര് വന്നിട്ട് വെള്ളത്തിൽ ഒലിച്ചു പോയി പറഞ്ഞു. ആ പൊന്തല കുടുങ്ങി. ആര് പോയി? ഓലല്ല, വണ്ടി പോയാ? അതന്നെ ഓല പോയാലെന്താ ചെങ്ങായി? ഇവിടെ തേങ്ങ കണ്ടമാനം പൊളിപ്പുര ഓല അല്ല, വണ്ടിയുടെ പേരാണ് ഓല. കരണ്ടിന്റെ വണ്ടി. കരണ്ടിന്റെ അങ്ങനെ അത് പോയി. ഓല പോയി. ഈ ചെക്കന്മാര് എവിടെയുള്ള ഇങ്ങനെ സിമ്പിൾ വർക്കിന്റെ യൂട്യൂബ് ചാനലാ. സിമ്പിൾ വർക്കായിട്ട് ഇന്നലെ രക്ഷിച്ചു. എവിടെ കുടുങ്ങിയ? ആ കാണുന്ന പൊന്തലി. ആ കാണുന്ന പൊന്തയിപ്പോ ഓല പോയി. ഓല പുത്തനിറങ്ങിപ്പോയി. ഓല പറഞ്ഞ വണ്ടിയല്ലേ? വണ്ടി അല്ല, ഓല മടലല്ലേട്ടാ. അപ്പൊ ഈ എത്ര വെള്ളത്തിൽ കൂടെ പോയാലും അപ്പൊ ഈ ചെക്കന്മാരോട് നിങ്ങൾ പറഞ്ഞ അതിൽ കൂടെ പോവാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് കേൾക്കാതെ പോയി. അത് നമ്മൾ അവിടുന്ന് വരുന്നവരോടൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഇങ്ങോട്ട് കടക്കരുത് പറയുന്നുണ്ട്. ഇന്നലെ ഈ പാലത്തിന്റെ മുകളിൽ കൂടെ വെള്ളം ഒലിച്ചിരുന്നില്ലേ? ഇനി ഇതിന്റെ മുകളിൽ വേറെ പാലുണ്ടെങ്കിൽ അതും കവിഞ്ഞിന്ന്. ബ്രിട്ടീഷുകാരെ വണ്ടിങ്ങനെ പോകുമ്പോ വെള്ളം 2 സൈഡിൽ കൂടെ മറിഞ്ഞിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ടേ അവരെ വെള്ളത്തിൽ കൂടെ ഓലയിട്ട് ഇങ്ങനെ വന്നതാ. വെള്ളമൊക്കെ മറിച്ചിട്ട് 3 ആള് ഇങ്ങനെ ഒലിച്ചു വന്നിട്ടേ ഒലിച്ചു വന്നിട്ട് ഇങ്ങനെ ഇവിടെ എത്തിയിട്ട് ഇവിടെ വരെ എത്തി. ഇവിടെ നല്ല ഒഴുക്കാണ്. അവിടുന്ന് ഓല ഒലിച്ചാ പോയി. 3 ആള് വണ്ടിമുണ്ട്. 3 ആള് വണ്ടിമുണ്ട്. അപ്പൊ പൊന്തയിൽ കുടുങ്ങി. അല്ല, അപ്പൊ കരണ്ടിന്റെ വണ്ടി ആകുമ്പോ ലൈസൻസ് വേണ്ട? ലൈസൻസ് ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഓല പോയി. ഓല കമ്പനിക്കാരൊരു ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അവർക്ക്. എത്ര വെള്ളത്തിൽ കൂടെ പോയാലും വണ്ടി ഓഫാവും. കടലില് പോയിട്ട് വണ്ടി ഓഫായിട്ടുണ്ടോ എന്ന് സംശയമാണ്. വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാണുന്ന തോട്ടില് ഇവിടെ നിന്ന് വന്ന് വന്നിട്ടേ വാസത്തെ അവിടുന്ന് ചീർണായിട്ട് വാസ്തു വീട്ടിൽ നിന്ന് വന്നിട്ട് അവിടെ ചാടാൻ നോക്കി. പെങ്ങളെ ഇവിടെയല്ല അവിടെയാണ് പറഞ്ഞു. അപ്പൊ വന്നിട്ട് ഇവിടെ ചാടി. അവിടെ ഞാൻ ചാടി. എന്നിട്ട് ഈ സാധനത്തെ ഏറ്റി വരുമ്പോ മണം സഹിക്കാൻ വയ്യത്ര. ഏത് ഭാഗത്തുള്ള ചെക്കന്മാരാണ്? ഇവിടെ ചേലക്കടവ്. അപ്പൊ സുഹൃത്തുക്കളെ, ചേലക്കടവുള്ള 3 ചെറുക്കന്മാര് കരണ്ടിന്റെ വണ്ടി അഥവാ ഓല എന്ന് പേരുള്ള വാഹനം കൊണ്ട് ഇവിടെ വന്ന് അടിതെറ്റി പതറി നേരെ പൊന്തയിലേക്ക് മറിഞ്ഞ് ഇവിടുത്തെ നാട്ടുകാരും ബാസിത്തും മാമാലിയും പിന്നെ ആരുണ്ടായിരുന്നു? തൗറ, പിന്നെ മുർഷാദ്, വിവേക്, റഷീദ്, അഷറഫ് എല്ലാരും പാടെ അവരിനെ, ബഷീർ ഉണ്ടായിരുന്നു, എല്ലാരും പാടെ അവരിനെ രക്ഷപ്പെടുത്തി. ബൈക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോ ബൈക്ക് ഓഫാവില്ല എന്നാ പറഞ്ഞിരിക്കണത്. ബൈക്ക് പോയ സ്ഥലമാണിത്. ഈ ഭാഗത്ത് കൂടിയാണ് ബൈക്ക് പോയിക്കണത്. അതിൽ കൂടെയാണ് പോയി ചാടിക്കണത് ബൈക്ക്. അപ്പോ കുരുത്തക്കേട് കാണിച്ചിട്ടും അറാമ്പറപ്പ് കാണിച്ചിട്ടും വരുന്ന മക്കൾക്ക് ഈ ആദ്യ അവസ്ഥ ആണ് ഉണ്ടാവുക. പറഞ്ഞില്ലാന്ന് വേണ്ട. വാഹനം ഇപ്പോഴും ഈ വെള്ളത്തിന്റെ അടിയിലുണ്ട് എന്നാണ് പറയുന്നത്. ഇവരൊക്കെ പാടാണ് പിടിച്ചു വലിച്ചു കയറ്റിയത്. തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പൊ വെള്ളം നേരിയ തോതിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൈവരിയൊക്കെ ആടുന്നുണ്ട്. മാമാലിയ ഇതൊന്നും ആട്ടിക്കത്ത് എന്താ ആടുന്നുണ്ടാ? ഇന്നലെ ഇതൊക്കെ ഇളകിയതാണ്. ബൈക്കിൽ വന്ന് കുട്ടികള് ഓല പറഞ്ഞ വണ്ടി അഥവാ കരണ്ടിന്റെ വണ്ടി ഇന്നലത്തെ ഒഴുക്കില് പൊട്ടി പാപ്പർ സൂട്ടായതാണ് ഇതൊക്കെ. ആ മക്കള് പറഞ്ഞാ കേൾക്കില്ല, വണ്ടിയായിട്ട് ഇങ്ങനെ ലാത്തന്നെ ഇന്നെക്കാട്ടും. ഇന്നലെയല്ല ഇവിടെ വെള്ളം കൂടിയേ, ഇന്നലെയല്ലേ ഒലിച്ചു പോയത്. അതാ ചെരുപ്പ് പോയി. ആ കുഴപ്പമില്ല, ചെരുപ്പില്ല. ഇന്നലെ ഇവിടെ വണ്ടി പോയിക്കണ്. ഇന്നലെ ഒരു വണ്ടി ഇതിൽ കിടക്കുന്നുണ്ട്. ആ ചെരുപ്പ് അവിടെ ഉണ്ടാവും. അതാ ഒലിച്ചു വരുന്നത്. മുർഷാന്റെ ചെരുപ്പ് പോയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം കിട്ടി ആ മതിൽമേലായിരിക്കും. ആ മുർഷാന്റെ ചെരുപ്പ് ഇന്നലെ രക്ഷാപ്രവർത്തനം ഒന്നാ പോയി, ഒന്നിതാ ചമരുമുണ്ട്. ആ അപ്പൊ ആൾക്കാരെ ചെരുപ്പ് പോയി. പിന്നെ മൊബൈൽ വല്ലതും പോയിട്ടുണ്ടാ? എന്റെ മൊബൈല് പോയി. ഏതാ മൊബൈല്? സാംസങ് A54. അത് കൊറേ കൊല്ലം പാക്കുള്ളത് പോയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ അന്റെ എന്തായാലും പോയിണ്ടാ? ഒന്നും പോയില്ല. അന്റെ എന്തായാലും പോയിണ്ടാ? അപ്പൊ ഈ ബൈക്കാണ് പോയിക്കണ്. ബൈക്ക് ഇവിടെ എവിടെയെങ്കിലും എവിടെ ഉണ്ടാവാനാ സാധ്യത മാലിയ? ഇവിടെ ഉണ്ടാവില്ല, നല്ല ഒഴുക്കരുന്നില്ല. അതെ അല്ല, ഇവിടെ ഒരു കെട്ടുണ്ടല്ലോ. അതെ അതെ. ആ മിക്കവാറും പന്താവൂർ പാലത്തിന്റെ അടുക്ക് പോവില്ല. നമ്മളെ തോടിന്റെ അവിടെ ഉണ്ടാവും. അപ്പൊ ബൈക്കിന് എത്ര റുപ്യ വില ഉണ്ട്? 45,000 റുപ്യ വില ഉള്ള ബൈക്കാ? ബൈക്ക് ഓല പുതിയത് 160 വരെ ഉണ്ട്. പുതിയ കമ്പനിയാണ് ഓല എന്ന് പറഞ്ഞ കമ്പനി ബൈക്കാണ്. വള്ളത്തിൽ വീണാലും 24 മണിക്കൂർ കഴിഞ്ഞാലും ഓഫ് ആവില്ല എന്നാണ് പറഞ്ഞത് ബൈക്ക്. അപ്പൊ ചെക്കന്മാരെന്നല്ലേ എവിടെ ഏൽപ്പിച്ചു കൊടുത്ത്? ഇവിടുന്ന് പിടിച്ചിട്ട് പോലീസുകാർ കൊണ്ടുപോയി സ്റ്റേഷനിലുണ്ടായിരുന്നു. അപ്പൊ ബൈക്ക് പോയി 3 എണ്ണത്തിനെ കിട്ടുകയും ചെയ്ത്. ജീവനോടെ കിട്ടി. ആ അത് നമ്മളെ ഈ നാട്ടുകാരുടെ കാര്യം കൊണ്ടാണ് ഇപ്പൊ കിട്ടിയത്. അല്ലെങ്കിൽ വലിച്ചു പോയി. എത്ര ടൈം ആയിണ്ടാവും അപകടം നടക്കണ ടൈം? 7 മണി ആയിക്കണല്ലേ? ആ ടൈമിലാണ് പോണത്. ആ ആ ആ അത് വണ്ടര പേരാണ് ഓല. അപ്പൊ ഈ തോട് ഇന്നലെ ഇതിന്റെ മേളിൽ കൂടെ വെള്ളം മറിഞ്ഞു വന്നിരുന്ന സ്ഥലമാണ്. അപ്പൊ ഇന്നലെ ആ ചെക്കന്മാരോട് പറഞ്ഞ് അങ്ങോട്ട് വണ്ടി പോവില്ല പറഞ്ഞു. എന്നിട്ട് അത് വക വെക്കാതെ അവര് പോയി. വണ്ടി നേരെ തോട്ടിൽക്കും പോയി. ചെക്കന്മാര് ഈ കാണുന്ന പൊന്തയിൽ കുടുങ്ങി. ഒരാള് കൈവരിമ്മ കുടുങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. കൈവരിമ്മ കുടുങ്ങിയാ? ചെക്കന്മാരെ ഫാൻറ് കൈവരിമ്മ കുടുങ്ങി. ട്രൗസർ അവിടെ കുടുങ്ങി. അങ്ങനെ പല പല സംഭവങ്ങൾ ഇവിടെ ഉണ്ടായ തോടാണ്. എന്തായാലും ഈ തോട്ടിൽ ആരും അപകടത്തിൽ കുടുങ്ങിയിട്ടില്ല. ഇവിടുത്തെ നാട്ടുകാരും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അല്ലേ? പിന്നെ നമ്മളെ ഈ കക്കടിപ്പുറത്ത് അങ്ങനെ വലിയൊരു അപകടം ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മളെ ഈ നാട്ടുകാരൊക്കെ സജീവമായി രംഗത്തുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലേ? അപ്പൊ നമ്മളെ സിമ്പിൾ വർക്കിന്റെ യൂട്യൂബ് ചാനലിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലെറ്റ്സ് ഗോ ദ വീഡിയോ.